5 മാസമായി ഇത് തെരുവിൽ നടക്കണേ. ഇന്ന് തീരുമാനിച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതി. ആരെങ്കിലും വിളിക്കാൻ വിളിച്ചോളി. ഞങ്ങളും പോവില്ലേ. ഞങ്ങൾ ഏതായാലും തെരുവിലാണ്. ഞങ്ങൾ ഇവിടെ നിന്നോളാം. ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ഞങ്ങൾ തെരുവിലാണ്. ഞങ്ങൾ ഇവിടെ നിൽക്കോളന്ന് ഞങ്ങൾ തീരുമാനമായിട്ട് പോവുള്ളൂ. അതിലാവശ്യമില്ല. എന്താ ഒരു നാടൊന്നായി ഒലിച്ചു പോയിട്ട് നിങ്ങൾ വല്ല കുട്ടിക്കളിയാണല്ലോ കളിക്കണേ. ഒരു നാടൊന്നായി ഒലിച്ചു പോയതല്ലേ? സാറ് കണ്ടതല്ലേ? അവിടെ മുണ്ടക്കൈ കണ്ടതല്ലേ? മുണ്ടക്കയിലും ചൂരന്മഴയിലും എല്ലാം നഷ്ടപ്പെട്ട് തീർത്തും നിസ്സംഗരായ അനാഥരായ ആയവരുടെ പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ ജൂലൈ 30 നാടിനെ നടുക്കിയ, അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു ദുരന്തം മുണ്ടക്കയിൽ സംഭവിച്ചത്. അതിൽ നിരവധി വിലമതിക്കാനാവാത്ത മനുഷ്യജീവനുകളാണ് ഇല്ലാതായത്. അതുപോലെ തന്നെ ഒട്ടേറെ പേരുടെ വീടുകൾ നഷ്ടമാക്കി. എല്ലാം നഷ്ടപ്പെട്ടു. ഉടുന്തുണിക്ക് മറുതുണി ഇല്ലാതെ തീർത്തും നിസ്സംഗരായ ഒരു അവസ്ഥയിലേക്കാണ് പലവരും എത്തിപ്പെട്ടത്. ഇവർക്കൊക്കെ സർക്കാർ പലതരത്തിലുള്ള സഹായ വാഗ്ദാനങ്ങൾ അന്ന് നടത്തിയിരുന്നു. സർക്കാർ മാത്രമല്ല, സന്നദ്ധ സംഘടനകളും നടത്തിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് സർക്കാർ ഫണ്ട് ശേഖരിക്കുക പോലും ചെയ്തിട്ടുണ്ട്. മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇവരുടെ പുനരധിവാസം ഇപ്പോഴും അനിശ്ചിതമായി തുടരുകയാണ്. അതുകൊണ്ടാണ് ഈ പാവങ്ങൾ പ്രതിഷേധവുമായി ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പാകെ വന്നിട്ടുള്ളത്. ഇവിടെ എല്ലാം നഷ്ടപ്പെട്ട തീർത്തും നിസ്സംഗരായ അവരുടെ കുടുംബങ്ങൾ പോലും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് ഭാര്യ, മക്കള്, മാതാപിതാക്കള്, അങ്ങനെ സഹോദരങ്ങള്, സഹോദരിമാര്, ആ രീതിയിലൊക്കെ നഷ്ടപ്പെടുകയും അതിലുപരി കടപ്പാടം നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ട്, കച്ചവട സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാ രീതിയിലും നഷ്ടപ്പെട്ട അജഭാഗ്യരായവരുടെ പ്രതിഷേധവുമാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പൊ ഇവർക്ക് അറിയിക്കുന്ന തരത്തിലുള്ള സഹായ ആസ്ഥാനങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ സർക്കാരിന്റെ കടമ തന്നെയാണല്ലോ. അപ്പൊ മാസം 5 കഴിഞ്ഞു. പലവരും ഇന്നും വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അന്ന് അവർ ക്യാമ്പുകളിലായിരുന്നു താമസിച്ചിരുന്നത്, അതായത് സ്കൂൾ കേന്ദ്രീകരിച്ചുള്ള ക്യാമ്പിൽ. അപ്പൊ ഈ ക്യാമ്പിൽ നിന്ന് മാറുമ്പോൾ അവർക്ക് വാടക കൊടുക്കാനുള്ള ഒരു വ്യവസ്ഥ സർക്കാർ കൊടുത്തതായി. പക്ഷെ കഴിഞ്ഞ ദിവസത്തെ ഒരു വാർത്തയിൽ ഒരു സ്ത്രീ വന്നിട്ട്, അതായത് ഒരു ഉമ്മ വന്നിട്ട് പറയുന്നത് എന്ന് വെച്ചാല് മാസങ്ങളായി വാടക പ്രിന്റിങ്ങിൽ ആണെന്ന. സർക്കാർ പ്രഖ്യാപിച്ച പല കാര്യങ്ങളും ഇന്നും ഒരു കടലാസ് രേഖ ആയി മാറിയിരിക്കുന്നു എന്നത്. ഇവിടെ ഇവരുടെ കണ്ണീരൊപ്പും എല്ലാവിധ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ ഒറ്റക്കെട്ടായി ശബ്ദമുയർത്തേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇവർക്ക് എല്ലാവിധ രാഷ്ട്രീയ മത സാമൂഹ്യ രംഗത്തെ എല്ലാവരും ഇവർക്ക് ഒരു സപ്പോർട്ടായി വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ നിസ്സംഗരായവരുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഇവരുടെ പുനരധിവാസം, ഇവർക്ക് അറിയിക്കുന്ന തരത്തിലുള്ള നഷ്ടപരിഹാരം കൊടുത്ത് ഇവരുടെ പുനരധിവാസം എളുപ്പത്തിൽ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ മുന്നോട്ട് വരണമെന്നാണ് ഈ അവസരത്തിൽ വിനീതമായി ആവശ്യപ്പെടാനുള്ളത്.